ആച്ചിക്കാരനെ വേണ്ടായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതാ. വേണ്ടാണ്ട് ആവശ്യമില്ലാണ്ട് ചീത്ത വിളിച്ചിട്ടും ആക്കിയിട്ടെല്ലാം പേടിപ്പിക്കുക. ഒക്കെ ഇങ്ങനെ നിക്കാൻ കഴിയുന്നില്ല. ഇതുവരെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല, അവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ അഴീക്കോടിൽ ഫാത്തിമത്തുൽ റിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതവും ജീവനും അല്ല തീർത്ത് കളയേണ്ടത്. ഓക്കെ, പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടം ശരിയാവത്തില്ല. ഇവിടെ ഇതൊക്കെ തന്നെ നടക്കും. ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ ജീവനൊടുക്കാനായിട്ട് ബാക്കിയാവുകയാണ്. ഓക്കെ, ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നല്ല പെമ്പിള്ളാർക്ക് നല്ല പയ്യന്മാരെ കിട്ടത്തില്ല, നല്ല പയ്യന്മാർക്ക് നല്ല പെമ്പിള്ളാരെ കിട്ടത്തില്ല. ഇതൊരു പ്രപഞ്ച സത്യമാണ്, സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. മാക്സിമം ആൾക്കാരിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ ശരിയുണ്ടെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നുകയാണ്. ഓക്കെ, ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോയതിനു ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലവർക്ക് അമ്മായിയപ്പൻ്റെ പ്രശ്നങ്ങളായിരിക്കും, ചിലവർക്ക് ഭർത്താവ് തന്നെ ഒരു പ്രശ്നമാകാം. ഇവിടെ ഫാത്തിമത്തുൽ റിസയുടെ കേസിൽ സ്വന്തം ഭർത്താവ് തന്നെയാണ് പ്രശ്നം, ലഹരിക്ക് അടിമയായിട്ടുള്ള ഭർത്താവ്. ഇന്ന് പല വീട്ടുകാരും പെൺമക്കളെ കെട്ടിച്ചു വിടുന്ന സമയത്ത് പയ്യന്റെ സ്വഭാവത്തെക്കാൾ ഏറെ നോക്കുന്നത് അവന്റെ ബാങ്ക് ബാലൻസും അവന് ഗവൺമെന്റ് ജോലിയുണ്ടോ അല്ലെങ്കിൽ അവൻ കോടീശ്വരനാണോ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും മിക്ക പെമ്പിള്ളാരുടെ അപ്പന്മാരും പെമ്പിള്ളാരെ കെട്ടിച്ചു വിടുന്നത്. ഓക്കെ, അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പയ്യന് നല്ല സ്വഭാവമുണ്ടോ അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ പ്രശ്നക്കാരനല്ല, നല്ലോണം ജീവിക്കുന്ന ഒരുത്തനാണോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുത്തനാണോ, ഇതൊന്നും നോക്കത്തില്ല. അവന് കുറെ കോടികളുണ്ടോ, വീടും കാറും ഒക്കെ ഉണ്ടോ, അവന്റെ ബാങ്ക് ബാലൻസ് കോടിക്കണക്കിനുണ്ടോ, ഇതൊക്കെ നോക്കും. ഇനി അവന് ഗവൺമെന്റ് ജോലിയുണ്ടോ, ഗൾഫിലാണോ, അല്ലെങ്കിൽ അവൻ വല്ല മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO ആണോ, ഇതൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ, അല്ലാതെ പെമ്പിള്ളാരുടെ അപ്പന്മാരും കുടുംബക്കാരും ഒന്നും വേറെ ഒന്നും നോക്കത്തില്ല. അത് ഇപ്പോൾ നടന്നു വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ കണ്ണൂരിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫാത്തിമത്തുൽ റിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ നാറിക്ക് കെട്ടിച്ചു കൊടുത്ത സമയത്ത് അവന്റെ സ്വഭാവം ആരും അന്വേഷിച്ചിട്ടില്ല. അല്ലെ ചിലപ്പോൾ കൊണ്ടുവന്ന ബ്രോക്കർ ആയിരിക്കും, ബ്രോക്കർ ആണെങ്കിൽ നല്ല പയ്യനാണ്, അതേ പറയത്തുള്ളൂ, അന്വേഷിക്കത്തില്ല. ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കോടിക്കണക്കിനുണ്ട്, ഗൾഫിൽ ജോലി, റിച്ച്, എൻ്റെ മോൾ അവിടെ സുരക്ഷിതമായിരിക്കും, എൻ്റെ മോള് വളരെയധികം ആർഭാടത്തോടെ ജീവിക്കും, ഇത്രേ ചിന്തിക്കത്തുള്ളൂ. പയ്യന്റെ സ്വഭാവം നോക്കത്തില്ല, പയ്യൻ എങ്ങനെ ഉള്ളവനാണെന്ന് നോക്കത്തില്ല. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. തിരിച്ചും സംഭവിക്കാറുണ്ട്. നല്ല പെണ്ണിനെ കിട്ടത്തില്ല നല്ല പയ്യന്മാർക്ക്. ഇവിടെ നല്ല സ്വഭാവം, നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചിലപ്പോൾ ഗവൺമെന്റ് ജോലിയും കോടിയൊന്നും കാണത്തില്ല, കൂലിപ്പണിയായിരിക്കും. അധ്വാനിച്ച് ജീവിക്കുന്ന നല്ല കുടുംബം നോക്കുന്ന, കുടുംബമേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പയ്യന്മാരൊക്കെ കാണും. അവന്മാർക്ക് പെണ്ണുപോലും കിട്ടത്തില്ല. നിനക്ക് ഗവൺമെന്റ് ജോലി ഇല്ലല്ലോ, നീ കെട്ടണ്ട, ഈ ഒരു മൂടാ. നിനക്ക് ജോലിയുണ്ടോ? ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യണമെന്നുണ്ടോ എന്ന് ആരും നോക്കത്തില്ല. നോക്കുന്നത് മൊത്തം ഗവൺമെന്റ് ജോലിയുണ്ടോ, കോടിക്കണക്കിന് സ്വത്തുണ്ടോ, ഇതൊക്കെയാണ് നോക്കുന്നത്. ഇനി ചില പെണ്ണുങ്ങളാണെങ്കിൽ കല്യാണമായിട്ട് ഒത്തു വരുമ്പോൾ പയ്യന്മാരത്തേക്കും നിന്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന്, ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടം. സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടോ, പോറ്റാനുള്ള ഒരു കഴിവുണ്ടോ എന്ന് നോക്കത്തില്ല. കോടികളുണ്ടോ, ആർഭാടമുണ്ടോ, സ്വത്തുണ്ടോ, ഇതൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ അമളിയും അബദ്ധവും പറ്റുന്നത്. പണ്ട് വിസ്മയ കേസിൽ എങ്ങനെയുണ്ടായിരുന്നു? ഗവൺമെന്റ് ജോലിക്കാരനെ നോക്കി കെട്ടിച്ചു വിട്ടു വിസ്മയുടെ കുടുംബക്കാർ. അവസാനം ആ പെണ്ണ് തീർന്നു. ഒരു കഴിപ്പണം കെട്ടവനായിരുന്നു അവൻ. അവന്റെ സ്വഭാവം നോക്കിയില്ല. നോക്കിയപ്പോൾ അവന് ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലിയുണ്ട്, മതി, തികഞ്ഞ്. എത്ര അവന് ചെറ്റയായാലും എത്ര നാറിയായാലും ഗവൺമെന്റ് ജോലിയുണ്ടോ, ശുഭം. ഇതാണ് മൂഡ്. എന്തായാലും ന്യൂസിന്റെ കുറച്ച് ഭാഗം, ഈ ഫാത്തിമത്തുൽ റിസ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസിന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. കണ്ണൂർ അഴീക്കോട് പൊയ്ത്തും കടവിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. 20-കാരി ഫാത്തിമത്തുൽ റിസ ജീവനൊടുക്കിയതിന് പിന്നിൽ ഭർത്താവിന്റെ പീഡനമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഭർത്താവ് ആസിഫ് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിന് പിന്നാലെ റിസയ്ക്ക് മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഭർത്താവിൽ നിന്നുണ്ടായ പീഡന വിവരങ്ങൾ സുഹൃത്തുമായി പങ്കുവച്ച റിസയുടെ ശബ്ദ സന്ദേശം. ഓക്കെ, ഈ റിസ, ഫാത്തിമത്തുൽ റിസ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വോയിസ് ഞാനൊന്ന് കൊടുക്കാം. സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. ആ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു മോശം അനുഭവം ഉണ്ടായ, അല്ലെങ്കിൽ ഭർത്താവ് ലഹരിക്ക് അടിമയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് സ്വന്തം വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളോട് ഗതികെട്ടപ്പോൾ ഷെയർ ചെയ്ത്, സ്വന്തം വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. ഇനി വീട്ടുകാർ അറിഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ പറയും, മോളെ നീ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കി, നമുക്ക് നോക്കാം എന്ന് പറയും ചില വീട്ടുകാർ. ചില വീട്ടുകാരുണ്ട്, വിരലെണ്ണാവുന്ന 1-2 വീട്ടുകാർ.
മോളെ നീ സഹിക്കണ്ട, നീങ്ങ് പോര് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന വീട്ടുകാർ അത് വളരെ കുറവാണ്. മിക്ക വീട്ടുകാരും അയ്യോ പൊതുസമൂഹത്തിൽ എങ്ങനെ നമ്മൾ തലയുയർത്തി നോക്കും, എൻ്റെ മോളുടെ കല്യാണം ഇപ്പം ജനുവരിയിലല്ലേ കഴിഞ്ഞോളൂ, ഇപ്പം തന്നെ പ്രശ്നങ്ങളൊന്ന് പുറത്ത് നാട്ടുകാർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ പേടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറയും. ചിലപ്പോൾ ഈ പെൺകുട്ടിയും വിഷയങ്ങളുണ്ടാകും, അല്ലെങ്കിൽ വീട്ടുകാർ വലിയ സപ്പോർട്ടൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും വീട്ടിൽ പോലും ആ പ്രശ്നം തുറന്ന് പറയാത്ത. ഓക്കെ, വീട്ടിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നേ പറയത്തുള്ളൂ ചില വീട്ടുകാർ. അതൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് ഒരുപാട് മാനസികമായിട്ട് തളർന്ന സമയത്ത് സ്വന്തം സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത, വീട്ടുകാരോട് ഷെയർ ചെയ്യാതെ വീട്ടുകാരോട് തുറന്നു പറഞ്ഞ് അതിനൊരു പരിഹാരം കിട്ടുമെന്നുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഉറപ്പായിട്ടും വീട്ടുകാരോട് തുറന്നു പറയുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം ആ വിഷമം പറഞ്ഞു തീർത്ത തൻ്റെ സുഹൃത്തുക്കളോടായിപ്പോയി. സുഹൃത്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റും, ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവസാനം നിക്കക്കളിയില്ലാണ്ട് ഗതികെട്ട ജീവിതമായപ്പോൾ ആ പെൺകുട്ടി ഈ ഭൂമിയിൽ നിന്ന് തന്നെ സ്വന്തം ജീവൻ എടുത്ത് ഇല്ലാണ്ടായി. ഓക്കെ, വളരെയധികം വിഷമം തോന്നുകയാണ് ഓരോ പെൺകുട്ടികൾ സ്വന്തം ജീവിതവും ജീവനൊക്കെ തുലച്ച് കളയുന്നത് കാണുമ്പോൾ. നിങ്ങൾ ഇങ്ങനത്തെ ദയവ് ചെയ്തിട്ട് മണ്ടത്തരങ്ങൾ ചെയ്ത് സ്വന്തം ജീവിതം തുലയ്ക്കരുത്. എനിക്ക് എന്തു പറയാം, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെയും ഇത് സംഭവിക്കും, നിങ്ങൾ നോക്കിയോ, എഴുതി വെച്ചോ. അധികം വൈകാതെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ സംഭവിക്കും. കല്യാണം കഴിഞ്ഞു പോയി ഭർത്ത വീട്ടിലെ കൊണയെന്ന് പറഞ്ഞുകൊണ്ട് സംഭവിക്കും. ഇത് തന്നെയാണ് ഇവിടെ നിരന്തരം സംഭവിക്കുന്നത്. ഓക്കെ, ഈ കഴിഞ്ഞ ജൂലൈ 28-നാണ് അഴീക്കോട് വളപട്ടണം സ്വദേശിനിയായ ഫാത്തിമത്തുൽ റിസ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയത്. ജീവനൊടുക്കാൻ കാരണം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമാണെന്നാണ് റിസയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. റിസയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും. ഇവിടെ ഭർത്താവിന്റെ അച്ഛന്റെ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നോടൊക്കെ പുച്ഛമാണ് തോന്നിയത്. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പനമ്മ ഏതറ്റം വരെയും പോകും, പക്ഷെ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഓക്കെ, ഇമാതിരി ഒരു തന്തയില്ലായ്മ ചെയ്ത ഒരു പെണ്ണിന്റെ ജീവിതം എടുത്തിട്ടും അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ആ പെൺകുട്ടിയുടെ വോയിസ് നിങ്ങളൊന്ന് കേൾക്കണം. കരഞ്ഞു പോകും. ഞാനത് കേട്ട സമയത്ത് സ്റ്റക്കായിപ്പോയി. ആ പെൺകുട്ടിയുടെ വോയിസ് കേൾക്കുന്ന സമയത്ത് അത്രയും വിഷമിച്ച് കരഞ്ഞ് പറയുന്ന ആ ഒരു ശബ്ദ രേഖ കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിയും തളർന്നു പോകും ഒരു നിമിഷത്തേക്ക്. ഓക്കെ, ഇത് ഇനിയും ആവർത്തിക്കും. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെ. ഇതിന് നിയമപരമായിട്ടും ശിക്ഷയില്ല. ഇപ്പം അവൻ കാരണം ആ പെൺകുട്ടി ഇവിടെ തീർന്നു, അവൻ പുറത്തു പോയി, അവൻ എസ്കേപ്പായി. നാളെ അവൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വെറുതെ പ്രതി ചേർത്ത് അവിടെ ഇട്ടിരിക്കും. വർഷങ്ങളോളം കടന്നു പോകും, കഴിഞ്ഞു പോകും, കാര്യങ്ങൾ പോകും. അവൻ അടുത്തൊരു കുടുംബജീവിതം തുടങ്ങും, അടുത്തൊരു പെണ്ണിന്റെ ജീവിതം നശിക്കും. അല്ലാണ്ട് ഇതിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ പെൺകുട്ടി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതിനെ തുടർന്ന് നഷ്ടം ആ പെൺകുട്ടിക്കും കുടുംബത്തിനും മാത്രം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. അവൻ കാരണമാണ് ആ പെൺകുട്ടി തീർന്നത്. തെളിവ് സഹിതം കിട്ടിയാൽ പോലും അവൻ വെറും ഒരു പ്രതി ചേർത്ത് ജാമ്യം കിട്ടി പുറത്തു പോകും. ഇപ്പൊ തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് അവൻ രാജ്യം വിട്ടു. വീണ്ടും പിടിക്കാതിരിക്കാൻ അവനറിയാം പണി അവന്റെ നെഞ്ചത്തോട്ട് വരുമെന്ന്. അവൻ നൈസായിട്ട് രാജ്യം വിട്ടു. ഇത്രയേ ഉള്ളൂ. ഇനി അവനെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല, പിടിക്കാൻ പറ്റത്തില്ല. പോലീസുകാർ ഇപ്പൊ ഇറക്കും എന്നൊക്കെ പറയത്തേ ഉള്ളൂ. നടക്കത്തില്ലടോ. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ വോയിസ് കേൾക്കാം. ആച്ചിക്കാരനെ വാങ്ങാനായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതാണ്. വേണ്ടാണ്ട് ആവശ്യമില്ലാണ്ട് ചീത്ത വിളിച്ചിട്ടും ആക്കിയിട്ടെല്ലാം പേടിപ്പിക്കുക. ഒക്കെ അങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടിയുടെ വോയിസ് കേട്ടാ വിങ്ങി പൊട്ടിക്കരഞ്ഞാ പറയുന്നത്. പെൺമക്കളെ പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് മറ്റൊരു കുടുംബത്തിലോട്ട് വിടുന്ന സമയത്ത് മാതാപിതാക്കൾ ഫുൾ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഇട്ടിട്ട് വാ. ആ പ്രശ്നം എന്താണെന്നും കൂടി നോക്കണം. ചില പെണ്ണുങ്ങൾ ചുമ്മാ അവിടെ മറ്റേ പച്ചക്കറി അരിയാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് വരും. ആ കേസൊന്നും അല്ല ഞാൻ പറയുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മായിയമ്മ ഭയങ്കര മോശം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭർത്താവ് ഭയങ്കര മോശം, ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കൾക്ക് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരാനുള്ളൊരു അവസരം ഉണ്ടാകണം. പകരം മോളെ നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നില്ല് എന്ന് പറയുന്നത് ആയിരിക്കില്ല മാതാപിതാക്കൾ. ഓക്കെ, പണ്ടത്തെ കാലഘട്ടത്ത് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കാലഘട്ടത്ത് അവരൊരുപാട് അനുഭവിച്ചിട്ടുണ്ട്, അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. പെൺകുട്ടികൾ അത്രയും സ്ട്രോങ്ങും അല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മുടെയൊക്കെ അമ്മമാർ സഫർ ചെയ്ത പോലെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുത്തശ്ശിമാരും നമ്മുടെയൊക്കെ തൊട്ട് പിന്നിലുള്ള തലമുറ സഫർ ചെയ്ത പോലെ ഒന്നും ഇന്നത്തെ പെൺപിള്ളേർ സഫർ ചെയ്തില്ല. പിന്നെ മിക്ക പെൺപിള്ളേരും നല്ല അടിപൊളി ബോൾഡായിട്ടൊക്കെ അവർ ഇട്ടെറിഞ്ഞിട്ടൊക്കെ പോകാറുണ്ട്. ചില പാവപ്പെട്ട ഇതുപോലത്തെ അപ്പായി കേസുകളാണ് സ്വന്തം ജീവിതം തീർത്ത് കളയുന്നത്. വല്ലാത്ത അവസ്ഥയുടെ ഇത് കാണുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. മാതാപിതാക്കൾ കെട്ടിച്ചു വിടുന്ന സമയത്ത് മക്കളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ കടുങ്കയൊന്നും ചെയ്യില്ലേ എന്ന് പറയണം. ഇപ്പൊ ഈ പെൺകുട്ടി ഇവിടെ തീർന്നപ്പോൾ ആ ചെറുക്കൻ്റെ കുടുംബത്തിനോ ഒരു നഷ്ടമില്ല. നിന്റെ മാതാപിതാക്കൾക്ക് കാലാകാലം തീർത്താ തീരാത്ത വിഷമം.
എത്രയോ വീഡിയോ ചെയ്തിരിക്കുന്നു, എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തിരിക്കുന്നു. എങ്കിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിവിടെ ഇങ്ങനെയാ, ഇത് കേരളമാണ്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി കേൾക്കാം. ഈ വർഷം ജനുവരി 8-നായിരുന്നു ഫാത്തിമത്തുൽ റിസയുടെയും മുണ്ടേരിമുട്ട മായൻമുക്ക് സ്വദേശി ആസിഫിന്റെയും വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം വിദേശത്തെത്തിയതിന് പിന്നാലെ റിസ കടുത്ത മാനസികവും ശാരീരികവും മാനങ്ങൾ നേരിട്ടെന്ന് ബന്ധുക്കൾ. ആസിഫിന്റെ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ട് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് റിസക്ക് ഉണ്ടായതെന്ന് ബന്ധുക്കൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഓക്കെ, അവൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എനിക്ക് അത് മാത്രമേ ഡൗട്ടുള്ളൂ. ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു അവൻ എങ്ങനെ ഉപദ്രവിക്കുമെന്ന്? ബന്ധുക്കൾ പറഞ്ഞു എന്ന് പറയുന്നത് അത് ആ വോയിസ് കേട്ടതിന് ശേഷം മനസ്സിലാക്കിയതാണോ, അല്ലെങ്കിൽ ആ കുറിപ്പ് കണ്ടതിന് ശേഷം മനസ്സിലാക്കിയതാണോ, അതോ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? നേരത്തെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ആ കൊച്ചിനെ അവിടെ വീണ്ടും ഇട്ടിരുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോടെല്ലാം പുച്ഛമാണ് തോന്നുന്നത്. ഓക്കെ, നേരത്തെയും ഈ ഉപദ്രവം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് മോളെ നീ അഡ്ജസ്റ്റ് ചെയ്തെന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി ഇറങ്ങണ്ട, ഒരു മനുഷ്യനും ഇറങ്ങണ്ട. ഓക്കെ, ഒരു മനുഷ്യന് ആ കൊച്ചിന് ഇങ്ങനെ സംഭവിച്ചാൽ നീതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഇറങ്ങണ്ട. ഇനി ആരും ഇറങ്ങണ്ട. അങ്ങനെ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. ഓക്കെ, ഇനി കുറച്ച് ബന്ധുക്കൾ പറയുന്ന കേൾക്കാം. കാരണം വെച്ചാൽ ഭർത്താവിനെ മാനസികമായിട്ടുള്ള കർശന ഭയങ്കര കല്യാണം കഴിഞ്ഞ ശേഷം മുതലേ വീടുന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. ഭർത്തൃവീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാനുള്ള ശ്രമം റിസയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ആസിഫിന്റെ ബന്ധുക്കൾ ഇത് മറച്ചുവെച്ചെന്നും ആരോപണമുണ്ട്. ഈ ആരോപണങ്ങൾ ആസിഫിന്റെ പിതാവ് നിഷേധിച്ചു. ഓക്കെ, അതായത് നേരത്തെയും ഈ പെൺകുട്ടി ഇങ്ങനെ തയ്യാറായിട്ടുണ്ട്, അതായത് കൈ മുറിച്ചു എന്നുള്ളൊരു കേസ് പറയുന്നുണ്ട്. അത് ആസിഫിന്റെ ബന്ധുക്കൾ, അതായത് ഭർത്താവിന്റെ ബന്ധുക്കൾ മറച്ചു വെച്ചു എന്ന് പറയുന്നു. അങ്ങനെ മറച്ചു വെച്ച കേസ് എങ്ങനെ ഇപ്പോൾ അറിഞ്ഞു? അതെനിക്ക് മനസ്സിലായില്ല. അപ്പം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, അതോ നിങ്ങൾ അറിഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ തലയിൽ വെച്ചതാണോ? എനിക്ക് അതിലൊരു ഡൗട്ടുണ്ട് കേട്ടോ. അങ്ങനെ മറച്ചു വെച്ച കാര്യം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞോ? അറിയില്ല. അതിലെനിക്കൊരു ഡൗട്ടുണ്ട്. അതിൽ എനിക്ക് അത്യാവശ്യം ഡൗട്ടുണ്ട്. കാരണം എൻ്റെ ഒരു തോന്നൽ വെച്ചിട്ട് ഈ വീട്ടുകാർക്ക് നേരത്തെ ഇതെല്ലാം അറിയാമായിരുന്നു. മോളെ നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്തില്ല, കുടുംബജീവിതമാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തിയതാവാം മേ ബി. എനിക്ക് അവിടെ ഒരു ഡൗട്ട് തോന്നി. ഇനി ഈ പറയുന്ന അവന്റെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ടും പോവാം. ഇതുവരെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല, അവിടെ ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ കൊറേ വാട്സപ്പുകാർ ഇങ്ങനെ അടിച്ചു വിടലാണല്ലോ സംഭവം. ഇതിലൊരു സത്യമില്ല, നമുക്ക് ഒരു ഇതുമില്ല. കാരണം അത്രയും നല്ല മോള നമ്മളോടെല്ലാം അങ്ങനെ കളിക്കുന്നു, ഒരു ഇതുമില്ല. അല്ലെങ്കിൽ അന്ന് മരിക്കുന്ന അന്ന് വൈകുന്നേരം എന്റെ മൂത്ത മോന്റെ ഭാര്യന്റെ ഉപ്പയും ഭാര്യന്റെ ഉമ്മയും ആടെ പോയിട്ട് സംസാരിച്ച് ഇവരെ കണ്ടിട്ടെല്ലാം വന്ന. ഓക്കെ, ഇത് ആസിഫിന്റെ അച്ഛൻ, അതായത് ഭർത്താവിന്റെ അച്ഛൻ പറയുന്ന വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. അയ്യോ അവിടെ ഒരു പ്രശ്നമില്ല, നല്ല മോള, അടിപൊളി മോള. പിന്നെ അവള് തമാശക്ക് ചുമ്മാ ഒരു രസത്തിന് ചെയ്തു നോക്കിയായിരിക്കും അല്ലേ, ഒരു എന്റർടൈൻമെന്റ്. എന്റെ ബലമായ സംശയം ഇത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കടക്കം നേരത്തെ അറിയാമായിരുന്നു അവൻ പ്രശ്നക്കാരനാണെന്ന്. അഡ്ജസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് അവർ മറച്ചു വെച്ചു ഇതിനു മുന്നേ കൈയർത്ത എന്നുള്ളൊരു കേസ് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ച്. ഓക്കെ, അതിൽ എനിക്കെന്തോ ഒരു ഡൗട്ട് അടിച്ച്. വീട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കണം മേ ബി. എന്നിട്ട് അവരിപ്പം മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും കുറച്ച് ബലം കൂടാനും ഇവർക്ക് നെഗറ്റീവ് ആവാതിരിക്കാനും വേണ്ടിയിട്ട്. എന്തായാലും ആ പെൺകുട്ടിയുടെ അമ്മായിയച്ഛൻ പറയുന്നത്, അതായത് ആസിഫിന്റെ അച്ഛൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെൺകുട്ടിയാണ്, അതുകൊണ്ടായിരിക്കും എല്ലാം കൂടി എടുത്ത് തീർന്നതാ അത് ആ കൊച്ചി. നല്ലതാ, തമാശയ്ക്ക് ഒരു രസം, ഒരു വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ കയറി ചെയ്തതാണോ? താനൊക്കെ എന്താണോ പറയുന്നത്? ആ പെൺകുട്ടിയുടെ വോയിസ് താൻ ഒന്നുകൂടി കേൾക്ക്. തനക്കൊക്കെ ഉളുപ്പുണ്ടാവും, വെറുതെ വാട്സപ്പ് ചാറ്റ് ചുമ്മാ ഇല്ലാത്ത കഥ പറയണം. താനൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പറയാനും പറ്റത്തില്ല. എന്തെന്നറിയാമോ, തൻ്റെ മോനല്ലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ താനൊക്കെ ഇതിൽ പങ്കുണ്ട്, തനിക്കൊക്കെ ഇമാതിരി ചേറ്റ പരിപാടിയിൽ പങ്കുണ്ടെങ്കിൽ തന്നെയൊക്കെ പിടിച്ച് അകത്തിടണം, തന്നെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ആദ്യം ചോദ്യം ചെയ്യണം. ആ പെൺകുട്ടി പാവം, ആ പെൺകുട്ടി പറഞ്ഞ താനൊന്ന് കേൾക്കൊന്നുകൂടി. ആച്ചിക്കാരൻ്റെ ഭാഗമായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതാ. വേണ്ടാണ്ട് ആവശ്യമില്ലാണ്ട് ചീത്ത വിളിച്ചിട്ടും ആക്കിയിട്ടെല്ലാം പേടിപ്പിക്കുക. ഒക്കെ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല. കേട്ടോടാ താനൊക്കെ ആ പെൺകുട്ടി അനുഭവിച്ചത്. ആ പെൺകുട്ടി പറയുന്നത് സുഖജീവിതമായിരുന്നു. അണ്ടിപ്പരിപ്പം ബദാമം മാത്രം വാങ്ങിച്ചു കൊടുത്താൽ പോരെ. എന്തിനാണോ ഇങ്ങനെയുള്ള കഴിവേറികൾ ഓരോ പെണ്ണുങ്ങളുടെ ജീവിതം തുലയ്ക്കാനായിട്ട് കെട്ടുന്നത്?
ഇവരുടെയൊക്കെ കടി തീർക്കാനാണ് കാശ് കൊടുത്തത്, നേരത്തിന് എവിടെയെങ്കിലും പോയാൽ പോരെ. എന്തിനാണ് ഒരു പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കുന്നത്? അപ്പായ കേസ് കണ്ടപ്പോൾ തന്നെ പാവം തോന്നി. എങ്ങനെയാടാ കൊച്ചിനെ ഉപദ്രവിക്കാൻ തോന്നുന്നത്? അറിയാത്തോണ്ട് ചോദിക്കുക. അപ്പായ കേസ് ആകെ കൊടുത്തു പോരുണ്ട്. നല്ലവന്മാർക്ക് കിട്ടത്തില്ലടാ, നല്ലവന്മാർക്ക് നല്ല പെണ്ണിനെ കിട്ടത്തില്ല. ഏതെങ്കിലും കഴിപ്പണം കെട്ടാനും കിട്ടും. ഇതുപോലെ തന്നെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പൊന്നുപോലെ നോക്കിക്കൂടെ. അപ്പാവി കേസടാ, കണ്ടാലേ അറിയാം. തീർത്തില്ലടാ, തീർത്തില്ല ആ പെണ്ണിൻ്റെ ജീവിതം. എന്ത് ചെയ്തടാ നിന്നോടൊക്കെ? ഇവനെയൊക്കെ എന്തെങ്കിലും ശിക്ഷിക്കുമോ ഇവിടുത്തെ നിയമം? അതുമില്ല. എന്താ അവസ്ഥ എന്തോ. മരണമൊഴി എഴുതി വെച്ചതിന് പിന്നാലെയാണ് റിസ ജീവനൊടുക്കിയത്. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വളപട്ടണം പോലീസ് യുവതി എഴുതിയ കുറിപ്പും സുഹൃത്തുക്കൾക്കയച്ച ശബ്ദ സന്ദേശവും പരിശോധിച്ച് പ്രേരണാ കുറ്റത്തിനും ഭർതൃപീഡനത്തിനും കേസെടുത്തിട്ടുണ്ട്. റിസയുടെ മരണവിവരമറിഞ്ഞ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ആസിഫ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിദേശത്തേക്ക് തിരിച്ചുപോയി. അവൻ അപ്പം തന്നെ എസ്കേപ്പായി. അവനറിയാം വള്ളി അവൻ്റെ നെഞ്ചത്തോട്ട് വരുമെന്ന്. അതുകൊണ്ട് അവൻ നൈസായിട്ട് അപ്പം തന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ മുങ്ങി. ഓക്കെ, ഇനി അവനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല. ഇനി പോലീസുകാർ എന്ത് തേങ്ങയും ഇവിടെ കിടക്കുന്ന കേസുകൾ പോലും അന്വേഷിക്കുന്നില്ല. പിന്നെയാണ് ഇനി ഈ പെണ്ണിൻ്റെ കേസിലോട്ട് പോകാൻ പോകുന്നത്. ഇങ്ങനെയാണടേ, ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഈ നാശിക്കട്ട്, നാട് നശിക്കട്ട്, ഇതെല്ലാം ഒന്നും പറയില്ല. ബാക്കി ന്യൂസുകൾ വലിയ പീഡനങ്ങൾ അവർ ഭർത്താവിൽ നിന്ന് ഏറ്റിരുന്നു എന്നുള്ള വിവരങ്ങൾ അവരുടെ ശബ്ദ സന്ദേശങ്ങളിലൂടെ ഏട്ടൊക്കെ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ റിസ ജീവനൊടുക്കിയതിന് ശേഷം അസ്വാഭാവിക മരണത്തിനായിരുന്നു വളപട്ടണം പോലീസ് കേസെടുത്തത്. അതിനുശേഷമാണ് റിസയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് പോലീസ് അവിടെ വീട്ടിൽ പരിശോധിച്ചപ്പോൾ റിസ എഴുതിയ ഒരു കുറിപ്പും ജീവനൊടുക്കുന്നതിന് മുമ്പ് എഴുതിയ കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് റിസയുടെ വീട്ടുകാർ റിസയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് സുഹൃത്തുക്കൾക്കയച്ച ചില ശബ്ദ സന്ദേശങ്ങളും ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ കണ്ടത്. അതും റിസയുടെ വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് ആ ഫോണൊക്കെ പരിശോധിച്ചു, സുഹൃത്തുക്കളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി. അത് മനസ്സിലാക്കിയതിനു ശേഷം എഫ്ഐആറിൽ ഭർത്താവ് ആസിഫിനെതിരെ പ്രേരണാ കുറ്റത്തിനും യുവതി ജീവനൊടുക്കിയതിന്റെ പ്രേരണാ കുറ്റത്തിനും ഭർതൃപീഡനത്തിനുമുള്ള വകുപ്പുകൾ കൂടെ ചുമത്തിയിട്ടുണ്ട്. നിലവിൽ ഇയാൾ വിദേശത്താണ്. ഈ കുട്ടി മരിച്ച ആ ദിവസം നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വിദേശത്തുള്ള ആസിഫ്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇയാൾ തിരിച്ച് വിദേശത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. വലിയ പീഡനമാണ് റിസ എന്ന പെൺകുട്ടി നേരിട്ടത് എന്നാണ് റിസയുടെ വീട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. റിസയും ആസിഫ് തമ്മിലുള്ള കല്യാണം നടക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി 8-ാം തീയതിയായിരുന്നു. അതായത് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ 2ാമത്തെ മാസം തൊട്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിസയുടെ വീട്ടുകാർ പറയുന്നത്. അതിന് കാരണം 2ാമത്തെ മാസം ജനുവരിയിൽ കല്യാണം കഴിഞ്ഞു, മാർച്ച് മാസം ഇവർ വിദേശത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ആസിഫ് ലഹരി ഉപയോഗിക്കുന്നത് റിസയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ചോദ്യം ചെയ്തതിനു ശേഷം വലിയ മാനസിക സമ്മർദ്ദങ്ങളും റിസക്കുണ്ടായി എന്നതാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ ആ സമയത്ത് റിസയുടെ പിതാവ് പ്രായമായ ആളാണ്, സുഖമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ റിസ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇത്രയും നേരിട്ടതൊക്കെ ഉള്ളിലൊതുക്കി വെക്കുകയായിരുന്നു ചെയ്തത്. പിന്നീടാണ് കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോഴാണ് സുഹൃത്തുക്കളുമായി ഈ കാര്യം പങ്കുവച്ചത്. ഓക്കെ, എന്തിനു കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അറിയത്തില്ല, അത് വീട്ടുകാരല്ലേ പറയത്തുള്ളൂ. ആ പെണ്ണ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നൊന്നും അറിയത്തില്ല. വീട്ടുകാരോട് പറഞ്ഞു, ഇനി വീട്ടുകാർ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് അല്ലെ മോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ആ വിഷമത്തിൽ മേ ബി സുഹൃത്തുക്കളോട് പറഞ്ഞതാവാം, അറിയില്ല. കാരണം ഇവർ തന്നെ ഓൾറെഡി ബന്ധുക്കൾ പറയുന്ന ഒരു സാധനത്തിലെന്നാണ് എനിക്കത് കണക്റ്റ് ആയത്. ഇതിനു മുന്നേ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് കൈ മുറിച്ചിട്ടുണ്ട്, പക്ഷെ മറച്ചു വെച്ചു എന്നുള്ള സാധനം, മറച്ചു വെച്ച സാധനം ഇപ്പം എങ്ങനെ അറിഞ്ഞു? ഒരു ചോദ്യം. ഇനി ചിലപ്പോൾ കൂട്ടുകാർ പറഞ്ഞതായിരിക്കും, അറിയില്ല. എന്താണെങ്കിലും കൊള്ളാടെ, ആ പെണ്ണ് തീർന്നു. ഇനി കുറേ ദിവസം ന്യൂസിൽ കിടന്ന് ചർച്ച ചെയ്ത് നമുക്ക് ഇരുന്ന് പരസ്പരം കഥ പറയാമെന്നല്ലാണ്ട് പോയ ആൾ തിരിച്ചു വരും ഇല്ല. എന്നാൽ ഇനി ഇതുപോലെ ആർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തടയാൻ പറ്റും? അതുമില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഇതുപോലത്തെ കഴിപ്പണം കെട്ട നാറുകൾ കാരണം ഓരോ പിള്ളേർ ഇവിടെ തീരുമ്പോൾ അവന്മാരെ തൂക്കി തീർക്കാനുള്ള നിയമം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിലൊരു അറുതി വരും. ഓക്കെ, അല്ലാണ്ട് ഇവിടെ ഒരു പുണ്ണാക്ക് നടക്കാൻ പോകുന്നില്ല, ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അത് തന്നെയാണ് സത്യം. ഓരോ പെൺകുട്ടികൾ തീരുമ്പോൾ അതിന് കാരണക്കാരായവരെ ഇവിടുത്തെ നിയമം ശിക്ഷിച്ചാൽ മാത്രം. എനിക്ക് പറയാനുള്ള, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരം കേസുകളിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരണം. പുതിയ കാര്യമൊന്നുമില്ല. ഇനി നമ്മുടെ ദളപതി വിജയ് ഇപ്പോൾ തമിഴ്നാട് CM
അങ്ങേര് PMO ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല മാറ്റവും വന്നു. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലാണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ നിയമവ്യവസ്ഥയൊക്കെ എഴുതി വെച്ചിട്ടുള്ളതല്ലേ, വകുപ്പുകൾ വേറെയല്ലേ. ഇവിടെ ശിക്ഷിക്കാനുള്ള വകുപ്പൊന്നുമില്ല. സൗദിയിലെയും അവിടത്തെയൊക്കെ നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുത്തനും ഒരു പെണ്ണിൻ്റെ ദേഹത്തും തൊടത്തില്ല. പിന്നെ അല്ലാണ്ട് ഇവിടെ ഒരു കളി നടക്കത്തില്ല. ആരോട് പറയാം, ആര് കേൾക്കാൻ? നിയമം ഉണ്ടാക്കി വെച്ചേക്കണം. എന്തിനാ വല്ല പാവങ്ങളെ കൊണ്ടിട്ട് ഇടിക്കാൻ ഇവിടെ ഉണ്ട് നിയമം. ഒരു തെറ്റും ചെയ്യാത്തവന്മാരെ കൊണ്ട് തീർക്കാൻ ഇവിടുത്തെ നിയമത്തിന് കഴിയും. തെറ്റ് ചെയ്യുന്നവന്മാർ ശിക്ഷിക്കത്തില്ല. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കണ്ടേ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.